കാളികൻ്റെ പുതിയൊരധ്യായം തുടങ്ങുന്നു. നമ്മൾ നിൽക്കുന്നത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ്. ഭഗവാനെ തൊഴുവാനായിട്ട് വന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ആദ്യം നമുക്ക് വളരെ പ്രകൃതിരമണീയമായ തൊടുപുഴ ആറ് പുഴ ഒഴുകുന്നു. ഇതിൻ്റെ തീരത്താണ് ഭഗവാന്റെ പരിപാവനമായ ക്ഷേത്രമുള്ളത്. നിളയുടെ തീരത്താണ്, ഈ പുഴയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രമുള്ളത്. തൊടുപുഴ ടൗണിൻ്റെ ഏകദേശ ദൃശ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും മനോഹാരിതമായി കിടക്കുന്ന തൊടുപുഴയാറിൻ്റെ തീരത്ത് ഭഗവാൻ കുടികൊള്ളുന്നത്. ഭഗവാന്റെ അന്നദാനപുരയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രസാദകൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. പ്രസാദകൂട്ട് ഇവിടെ ഡെയിലി ഉണ്ട്, പക്ഷേ അത് ഒരുപാട് പേർക്കല്ല. അതിന് അപ്പുറത്ത് പ്രസാദകൂട്ടുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് നിവേദിച്ച പടച്ചോറും അതേപോലെ ഒരു അച്ചാറും കൂട്ടി ആ ചോറ് വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുറ്റമ്പലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഭാവത്തിലാണ്, ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ളത്. ഈ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടം. ഉണ്ണിക്കണ്ണനെ നമുക്ക് അറിയാലോ, വളരെ ഇഷ്ടം. ഭഗവാന്റെ ആ ലീലകളും ഭഗവാന്റെ ചെറിയ കുട്ടിയായിരിക്കുന്ന രൂപത്തോടു കൂടി ഇരിക്കുമ്പോൾ അത് സ്ത്രീകളുടെ ഉള്ളിലെ ഭക്തി, അന്തർലീനമായിരിക്കുന്ന ആ ഭക്തിയെ ഉണർത്താൻ ഭഗവാനല്ലാതെ ഏറ്റവും കൂടുതൽ ഭഗവാനാണ് കഴിയുക. ഭഗവാനല്ലാതെ വേറെ ആൾ അത്രയും കൂടുതൽ ഭക്തി ഉയർത്തുന്ന ആളില്ല. ആ തൃക്കൈവെണ്ണയൊക്കെ സേവിക്കാനായിട്ട് ഭഗവാൻ ഇങ്ങനെ കൂട്ടുകൂടി നിൽക്കുന്നതും മഞ്ചാടി കുരുവാരുന്ന ഭഗവാനായി മാറുന്നതും എല്ലാം ഇവിടുത്തെ വിശേഷങ്ങളാണ്. നമ്മൾ ഇപ്പോൾ നടപ്പുരയിലൂടെയാണ് നടക്കുന്നത്. ഉപദേവന്മാരായി സർപ്പങ്ങളും ദേവിയും ഗണപതിയും തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളുടേതുപോലെ തന്നെ ഉണ്ട്, ശാസ്താവെല്ലാം ഉണ്ട്. അതിനോട് ഒപ്പം തന്നെ കല്ല് പാകിയിട്ടുള്ള നടവഴിയൊക്കെയാണ്. പൗരാണികമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കാനായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഢ്യത്വം ക്ഷേത്രത്തിന് ഉണ്ട് താനും. പടിഞ്ഞാറേ നടയിൽ നിന്ന് ഭഗവാന്റെ ഉള്ളിലേക്കുള്ള ദർശനമാണ് ഈ കാണുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് കാണുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കാറില്ല. ഇത് പുറത്തേക്കുള്ള, നാലുകെട്ടിന് പുറത്തേക്കുള്ള വഴിയാണ്. അതേപോലെ ദേവീ സാന്നിധ്യമെല്ലാം ഉപദേവന്മാരായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഉണ്ട്. 4 വശവും ഒരേപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെയാണ് ചുറ്റുവഴിയുള്ളത്. ലക്ഷദീപങ്ങൾ തെളിയിക്കുന്ന വിളക്കുമാടം എല്ലാ സൈഡിലും ഉണ്ട്. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ പൗരാണികത വിളിച്ചോതുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ വടക്കോട്ടുള്ള വാതിലാണ്. ഇതാണ് വടക്കോട്ടുള്ള വാതിൽ.